ടുഡേ മീഡിയയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം മുറക്ക് അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9:13 ഇന്നത്തെ നമ്മുടെ വാഗ്ദത്ത വചനം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷന് എല്ലാം കർമ്മങ്ങൾ ചെയ്യണം, കർമ്മങ്ങളെ പ്രസാരം കൊടുക്കണം, ഉപസിക്കണം. പക്ഷെ കരുണ അവനിൽ നിന്ന് അകന്നു പോവുക. കർത്താവ് പറയാം, കരുണ യാഗത്തിലല്ല ഞാൻ കരുണയിൽ അത്ര വേണം. ഇങ്ങനെ പറയാം, അന്യഭാഷ പറയുന്നതിലല്ല, വേണം, പ്രാർത്ഥിക്കണം. പക്ഷെ സഹോദരനോട് കരുണ തോന്നണം. അന്യദുഃഖത്തെങ്കിൽ കരുണ. അന്യവരുടെ ആവശ്യങ്ങളെ നാം തിരിച്ചറിയുന്നവരായിരിക്കണം. ഒന്ന് പക്ഷേ സഹായിക്കാൻ കഴിയത്തില്ലല്ലോ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ല, യാക്കോബ് പറയുന്നതാണ് ആവശ്യം. വസ്ത്രമില്ലാത്തവനോട് നീ പോയി പൊക്കോ, ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല. അവന് വസ്ത്രമാണ് ആവശ്യം. ആഹാരം ആഗ്രഹിക്കുന്നവന് ആഹാരം കൊടുക്കുമോ? യാഗത്തിലല്ല. ഒരിക്കൽ കർത്താവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഒരു ശാസ്ത്രി വന്ന് ചോദിച്ചു, ആരാണ് എൻ്റെ സ്നേഹിതൻ? കർത്താവ് പറഞ്ഞു, ഒരു കള്ളന്മാരാൽ പിടിക്കപ്പെട്ടവൻ ഒരു റോഡരികിൽ അവനെ അർത്ഥപ്രാണമായിട്ട് കിടക്കുമ്പോൾ ലേവ്യനവനെ കണ്ടു, പുരോഹിതനവനെ കണ്ടു. പക്ഷെ നല്ല ശമരിയക്കാരൻ അവനെ കണ്ട് അവൻ്റെ മുറിവുകളിൽ എണ്ണ വെച്ച് വീഞ്ഞു വെച്ച് സത്രത്തിലാക്കുന്നു. ഉടനെ ചോദിച്ചു, ആരാ നന്മ ചെയ്ത്? അവൻ, നീയും പോയി നന്മ ചെയ്യുക. ആരാണ് എൻ്റെ കൂട്ടുകാരനെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന നമുക്കൊന്നും ജീവിത തിരക്കുകൾ, നമുക്ക് ഒത്തിരി ഒന്നും കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ നമ്മളെ കാണുന്ന ജീവിതങ്ങൾ അറിയപ്പെടുന്നിടത്ത് നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്കവർക്ക് നൽകാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ക്ഷമിക്കാനും, കരുണ. നമ്മുടെ ദൈവം കരുണയുടെ ഉറവിടം, മനസ്സലിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നാം മനസ്സലിവുള്ളവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. കരുണയോട് മറ്റുള്ളവരെ കാണണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അതാണ് പറയുന്നത്, യാഗത്തിലല്ല ഞാൻ കരുണയിൽ അത്രയേ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞ് യാഗം വേണ്ടെന്നല്ല. പഴയ നിയമങ്ങൾ യാഗങ്ങളാണല്ലോ. അതാണ് കർത്താവ് പറയുന്നത്, നിനക്ക് നിൻ്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും തോന്നിയാൽ നിൻ്റെ യാഗവസ്തുവിനെ അവിടെ വെച്ച് അവനോട് പോയി നിരപ്പാകും. ഗോ ആൻഡ് റീകൺസിൽ ദാറ്റ് പേഴ്സൺ ആൻഡ് കം ബാക്ക് ആൻഡ് ഓഫർ അപ്പ്. അപ്പോൾ നമ്മളെ ദൈവം അതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർമ്മല ഹൃദയത്തോടെ കർത്താവിൻ്റെ നീതി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കരുണയുള്ളവരായ, കരുണയുടെ കണ്ണുകൊണ്ട്, കൃപയുടെ കണ്ണുകൊണ്ട് നമുക്ക് ജീവിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ. ആമേൻ.